നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊരു സന്തോഷം, കുറേയായി സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ പാതിരാവിലെ യാത്ര. ഇപ്പോൾ നമ്മളെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അല്ല, കോട്ടയം ജില്ലയിൽ പാലയ്ക്കടുത്ത്, പാല ടൗണിനടുത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ 2 അതിഥികൾ ഇങ്ങനെ കടിപിടി കൂടിയിട്ട് അത് ഇഴഞ്ഞു വന്നു. അവരുടെ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള അവിടെ തന്നെ വീടിൻ്റെ തൊട്ടടിയിൽ ബേസിനകത്തേക്ക് കയറി എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ, എനിക്ക് 2019-ലോ 20-ലാണെന്ന് തോന്നുന്നു, ഇവിടെ ഇതേ വീട്ടിൽ വന്ന് ഒരു അതിഥി ഞാൻ പിടികൂടിയിട്ടുണ്ടായിരുന്നു വീടിനകത്ത്, ഗ്രില്ലിനകത്തെന്നാണ് പറഞ്ഞത്. അതാണെന്ന് എൻ്റെ ഓർമ്മ. എന്തായാലും വളരെ സന്തോഷം, സമയം കളയുന്നില്ല. ഒത്തിരി പണിയുണ്ട്. പുള്ളി പറഞ്ഞത് കേട്ടിട്ട് പുള്ളി എനിക്ക് പണി തരാൻ വേണ്ടി വിളിച്ചതാണെന്ന് തോന്നുന്നു. കാരണം നല്ല പണിയായിരിക്കും, വെളുത്താലും തീരാത്ത പണിയായിരിക്കും. കാരണം സമയം ആവുന്നു. നമ്മളെ എന്താ പറയുക, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 5ഓളം അതികൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മാളത്തിൽ നിന്ന് വലിയ അതിഥികൾ, കുഞ്ഞു മൂർക്കിന് അതിഥികൾ 40 എണ്ണമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതല്ല, വലിയ മൂർക്കിന് അതിഥികൾ 5 എണ്ണം കിട്ടിയ സംഭവങ്ങളുണ്ടായിരുന്നു. ഒരു പറമ്പിൽ നിന്ന് 5 അണലിയെ കിട്ടിയ സംഭവങ്ങളുണ്ടായിരുന്നു. ഈ വർഷത്തെ 2024 യാത്രയിൽ, സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിൽ തന്നെ നമ്മൾ വരുന്ന 3 മൂർക്കിനതിഥികൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോകാൻ നമുക്ക് നമ്മുടെ അതിഥികൾ കയറിയ മാളത്തിനടുത്തേക്ക്. നമസ്കാരം സാറേ, സുഖമായിരിക്കുന്നോ? ടെറസിൻ്റെ മണ്ടലേക്ക് ആൾ കയറി എങ്ങനെ നിൽക്കുകയാണല്ലേ? എന്തൊരു ഇത്ര ധൈര്യം കൂടി മേലെ നിൽക്കുന്നതാണോ, ധൈര്യം കുറഞ്ഞുകൊണ്ട് മേലെ നിൽക്കുന്നതാണോ? എല്ലാവരും ഇവിടെ ഉള്ളവർ തന്നെയാണോ? എല്ലാം ഇവിടെ തന്നെ. നമസ്കാരം, നമ്മളാണ് വിളിച്ചല്ലേ? എന്താ മോന്ത എനിക്ക് പാത്ത മാതിരി ഇരിക്കുക, ഈ മോഹം എവിടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അന്ന് നിങ്ങളാണ് വിളിച്ചല്ലേ? നമ്മൾ എത്ര വർഷമായി കാണും? നമുക്ക് 4 വർഷം. സന്തോഷം. എന്ത് ഇത് ഒത്തിരി കളറൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമ്മളിപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അത് പണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ 90 വയസ്സായവരുടെ ഡൈ അടിച്ചാണ്. ഈ 2 മാവന്മാർ മാത്രമേ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സന്തോഷം. ഇത് എവിടെയാണ് കണ്ടെന്നത്? മാ സുഖമായിരിക്കുന്നല്ലോ? ഉറക്കമൊന്നുമില്ല? ഇവിടെ ബാലിൽ എന്തോ ബേളം കേൾക്കുന്നു. ബേളം ആളുണ്ടോ? ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ? ഇവിടെയോ? ഇവിടുന്നാണ് കാണുന്നത്. എന്നിട്ട് ഇവിടെ ഒരു അടികൂടി ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ നേരിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ഫൈറ്റിംഗ് തന്നെയായിരുന്നു, ഇണയല്ല? അല്ല. പിന്നെ ഒന്ന് താഴോട്ട് വീണു. ഓഹോ. താഴോട്ട് വീണത് അങ്ങനെ ഇഴഞ്ഞ് അങ്ങോട്ട് ആ ഹോളിലോട്ട് കയറുകയാണ്. മറ്റേതോ? അത് വീഴാത്ത വേഗത്തിൽ കയറാൻ പറ്റുകയായിരുന്നു. അവൻ പതുക്കെ എഴഞ്ഞ് വളരെ വിഷമം. നമ്മുടെ ഒരു പട്ടിക്കുഞ്ഞുണ്ട്, അതിന് ഇങ്ങനെ ഇവിടെ ഈ സ്റ്റെപ്പേ കിടക്കായിരുന്നു. അവൻ ഈ ഫ്രണ്ടിൽ വന്നതിനെ ഒന്നൊന്ന് തൊട്ട് പെറുക്കി നോക്കിയെന്ന് തോന്നുന്നു. കടിച്ചിട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ എങ്ങോട്ടാ വന്ന് കയറി എന്ന് പറഞ്ഞേ? അത് ഇതുവഴി ഇങ്ങനെ സൈഡിലോട്ട് കയറി, ആ മൂണിക്കിലോട്ട് കയറി, അവിടെ ആ ഹോളിൻ്റെ സൈഡിലോട്ട്. ഓഹോ, ഇതിൻ്റെ സൈഡിൽ കൂടെ അല്ലേ? ഓഹോ, നല്ല. ഇവിടെ നമുക്ക് താമസമില്ലല്ലേ ഈ വീട്ടിൽ? ഓ, ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന്. ഈ മാളത്തിലോ? അല്ല, ഈ ചവിട്ടിയിടത്തൊന്നും അല്ലല്ലോ, ഈ മാളം. അടിപൊളി, സൂപ്പർ. അടിമാള അടിപൊളി കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ ആളില്ല. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരുതാ, ഇതൊരു 15 ദിവസത്തിലേറെ പഴക്കമുള്ളൊരു മൂർഖൻ അതിഥിയുടെ ചട്ടയാണ്. അപ്പോൾ ഇവർ ഇന്ന് വന്ന് കണ്ടു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇത് നോക്കുക, ഇങ്ങ് അറ്റം വരെ 15 ദിവസം പഴക്കമുള്ള അതിഥിയുടെ ചട്ടയാണെങ്കിൽ പോലും ഇത് പെണ്ണതിഥി. നോക്ക്, പെൺ മൂർഖൻ അതിഥിയുടെ ചട്ടയാണ്. ഇതെന്തായാലും എണ്ണ ചേർന്ന് കഴിഞ്ഞ് മുട്ട വയറ്റിൽ തയ്യാറായി. കണ്ടോ ബൾജിങ്, കണ്ടോ ആ ഒരു ഗ്ലൈസിങ്. ഇതൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ദഹിക്കുകയല്ല, പിടിക്കുകയില്ല. പക്ഷേ നമ്മളൊക്കെ ഇത്രയും വർഷമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഫീമെയിൽ പെണ്ണതിഥിയുടെ ചട്ട കണ്ടോ, പെൺമുറുക്കിനത്. എന്തായാലും 15 ദിവസത്തിലേറെ ഈ പടം പൊടിച്ചിട്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ നമ്മുടെ പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രേക്ഷകർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വർഷത്തെ മുട്ട ചിലപ്പോൾ കാണാം. കൃത്യം പറയാൻ പറ്റില്ല, കാരണം ഇതാണ്ടോ ഇത് ചട്ട നല്ല സൈസുള്ള, എനിക്കൊരു 30-ലേറെ മുട്ടകൾ ഇടാൻ സൈസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഏകദേശം 5 അടിയോളം, 5 അടിയിലേറെ നീളമുണ്ട്. അടിപൊളി, നല്ല ഹോളാണ് താപ്പോട്ട്. എന്തായാലും ഇന്ന് നല്ല പണി. അടിയിൽ തന്നെ എവിടെയും കയറിയില്ലല്ലോ അല്ലേ? ആ മാളത്തിൽ തന്നെ 2 കയറിയല്ലോ അല്ലേ? 2 ആ ഹോളിൽ തന്നെ കയറിയല്ലോ അല്ലേ? ഇവിടെയൊന്നും അല്ലല്ലോ, 2 അവിടെ തന്നെയാണ് അല്ലേ? എന്തായാലും നമുക്ക് ഒരു പ്രതീക്ഷ, ഹോൾ അങ്ങോട്ടാണ്, ഇങ്ങോട്ടല്ല. ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ പണിയെല്ലാം പാളും. കാരണം ബേസ്മെൻ്റ് അടിയിലാണ്. അപ്പോൾ നമ്മളത് പൊളിക്കാൻ ഇതെല്ലാം മറിഞ്ഞിരിക്കുകയാണ്. തൊട്ടാൽ എന്താ പറയുക, എല്ലാം സ്വാഹ.
ജിയാ പാരങ്ങ പാര നമുക്ക് മൺമട്ടി ഉണ്ടോ? ഇതെന്താ ദോശ എന്താ മറ്റേ ദോശ ഇടുന്ന സാധനം എന്താണിത്? അലവാങ്കോ? ഞാൻ ഇപ്പം മറ്റേ പൊറോട്ട അടിക്കണം ഇപ്പം ഞാൻ അടുക്കൂലായിരുന്നു. ഇത് നമ്മളെ ഇത് ശകലം ഒന്ന് ഇടിച്ചിടണേ മാമ കേട്ടോ. ലേശം മണ്ണ് ഇതിൽ നിന്ന് ഇടിച്ച് മാറ്റണേ കേട്ടോ. നമുക്ക് നോക്കാം. മിക്കവാറും ഈ 2 റൂം പൊളിക്കേണ്ടി വരും കേട്ടോ. പേടിക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് മതിലൊന്നും പൊളിച്ചില്ല. ഇന്നലെ 2-3 മതിലുള്ളിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളയലിൻ്റെ ജോലി മലയെടുപ്പ് ജോലി ആരംഭിക്കുകയാണ്. തൂമ്പ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഈ കെട്ട് താഴോട്ട് ഒത്തിരി ഉണ്ടാവുമോ? ഒരു രക്ഷയില്ല. സൂപ്പർ മാളം അങ്ങറ്റം വരെ പോകുന്നുണ്ട്. ഇനി ഇത് ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ സംശയമാണ് എനിക്കിപ്പോൾ. ആദ്യം ഞാൻ വന്ന് നോക്കിയപ്പോൾ തല കണ്ടായിരുന്നു അങ്ങറ്റത്ത് ഒരു ഫീമെയിലിൻ്റെ. ഈ പടം പൊഴിച്ച സെയിം അതിഥിയുടെ പടം തല ഞാൻ അവിടെ കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഇങ്ങോട്ടാണ് തല ഇങ്ങനെയായിരുന്നത്. അപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ ഇന്നും നാളെ ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് 5-6 കല്ലൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ കെട്ട് വെറുതെ വെച്ചിരിക്കുക കേട്ടോ. നമുക്കധികം പ്രശ്നമുള്ളതല്ല. വെറുതെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. കൊണ്ട് ഇളക്കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആയാ അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ഉദ്ദേശിച്ച കണക്കല്ല. നല്ല ഉള്ളിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഹോള് പോകുന്നത്.
ക്യാമറയിൽ കാണാൻ പറ്റില്ല. അകത്തോട്ട് തലകയറ്റി അടിച്ചാൽ ഇതാ ഇവിടെയായിട്ട് ഒരാൾ അങ്ങനെ ഇരിപ്പുണ്ട്, ഇതിൻ്റെ നേരെ മേളിൽ. ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ കട്ടിയോടെ ഇവിടെ നിന്ന് ചെറിയ കല്ല് ഇളക്കി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് അപ്പോൾ ഇതങ്ങ് പിടിച്ചെങ്ങിരിക്കും. ദാദാ ഇവിടെ ദാദാ പക്ഷെ അങ്ങനെ പുറത്തോട്ട് വരെ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ ചക്കോ ഇതാ അടിപൊളി. നമ്മൾ സത്യം പറഞ്ഞ ഇപ്പോൾ ഇറങ്ങി വന്നത് ഞാൻ കണ്ടില്ല, പക്ഷെ ഇവർ പറഞ്ഞത് ഇതാ ഇറങ്ങി വന്നു. ഇതാ അടിപൊളി. അടിപൊളി, ഇതാ സൂപ്പർ. ഇതാണ് നമ്മൾ നിങ്ങൾ കണ്ട ഇതാണോ? ഇത് തന്നെ ഒന്ന് ഉറപ്പ് തന്നെ. അടിപൊളി. ഇതാ സൂപ്പർ. ഇതാ അടിപൊളിയായിട്ട് അടിപൊളി. ആണതിഥിയാണ്. ഏകദേശം അഞ്ചടിയിലേറെ നീളമുണ്ട്. ഏകദേശം 6-7 വയസ്സ് പ്രായം വരും. നല്ല ആരോഗ്യം. അതിനകത്ത് രണ്ടുപേരെ കണ്ടു എന്ന് നമ്മൾ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കാം. ചാക്കിങ് എടുക്കാമോ? ഒരു ചാക്കിങ് തരുമോ? അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ അപ്പോൾ നമ്മുടെ ഒരാൾ രണ്ടുപേരെ കണ്ടു എന്ന് പറഞ്ഞു. ഒരാളിനെ എന്തായാലും കിട്ടി. അടിപൊളി. സന്തോഷം. എന്തെന്നറിയാം, അടുത്തോളം അവിടെ തന്നെ ഉണ്ട്, കാണാം. പക്ഷേ ക്യാമറയ്ക്ക് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് ഉള്ളിലോട്ട് പോയിട്ട് സൈഡിൽ ചരിഞ്ഞിരിക്കുന്നു. ദാദാ അടുത്ത ആൾ. ദാദാ സൂപ്പർ. ദാദാ അമ്പട സക്കേ. ഇതാണ് ഇവിടെ പടം പൊഴിച്ച മുട്ട വയറ്റിൽ തയ്യാറുള്ള ആൾ. മുട്ട ഇട്ടിട്ടില്ല, ഭാഗ്യം കൊണ്ട്. ഫീമെയിൽ അത് കണ്ടോ. ഏകദേശം 28ഓളം മുട്ട ഇടാനായിട്ട് സൈസുള്ളത്. അതിലുപരി കണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മുറിവുണ്ട്. പണ്ട് എപ്പോഴോ കല്ലോ എന്തോ വീണിട്ട് ആ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു 6 ഇഞ്ച് മാറിയിട്ട്, 6 ഇഞ്ചല്ല, ഒരു 1 അടി മാറിയിട്ടൊരു മുറിവ് കാണുന്നുണ്ട്, കറുത്ത പാട് കാണുന്നുണ്ട്. നോക്കാം, നല്ല ആരോഗ്യമുള്ള. എന്തായാലും ഇവർ കണ്ടത് നന്നായി. ഇല്ലെങ്കിൽ ഒരു 20 ദിവസം കഴിയുമ്പോൾ മുട്ടയിട്ടനെ.
രണ്ടുപേരെ കണ്ടു എന്ന് പറഞ്ഞു. രണ്ടുപേരെ നമുക്ക് കിട്ടി. ചൂട് കൂടിയപ്പോൾ വെള്ളം അനിവാര്യമാണ്. അപ്പോൾ ഈ പൈപ്പിൽ വെള്ളമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു വെള്ളം തുറക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് വെള്ളം കുടിച്ചു. സന്തോഷം. ആ ഹോളിൻ്റെ മാളത്തിൻ്റെ അല്ലെങ്കിൽ ആ ഹോളിൻ്റെ എൻഡ് കണ്ടു, അതുവരെ ഉള്ളൂ. അവിടെ വേറെ ഒന്നും കാണുന്നില്ല. സന്തോഷമുണ്ടെന്നറിയാം. മലയാളികൾ എന്നെ മറക്കുന്നില്ല എന്ന്. ഇന്ന് ഞങ്ങൾ ഈ കോട്ടയത്തേക്ക് വരുന്നതിൻ്റെ 10ഓളം കോളുകൾ. വർക്കല, ചെറിയൻകീഴ്, വക്കം, അതുപോലെ കേശവസരത്ത്, വിവേകാനന്ദ നഗർ, അതുപോലെ നമ്മുടെ വട്ടിയൂർക്കാവ്, അതുപോലെ നമ്മുടെ എന്താ പറയുക പേരൂർക്കടയിൽ നിന്ന് നമ്മുടെ എന്താ പറയുക നെട്ടയത്തേക്ക് പോകുന്ന വഴിയിൽ ഗാന്ധിനഗറോ എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, അവിടെ അങ്ങനെ 10ഓളം കേസുകൾ പറന്ന് വിളിച്ചു. എന്തായാലും അത് ഇവിടെ വന്നപ്പോൾ അതങ്ങ് ഒഴിവായി. എന്തായാലും പഴയ മയിലൊക്കെ എനിക്ക് എന്നെ സ്നേഹിച്ചിരുന്ന ആൾക്കാർ വിളിച്ചിരുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ അതിഥികളെ പിടിക്കാണ്ട് വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെ എന്നെപ്പോലുള്ളവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട മനു അവരുടെ വീട്ടിൽ നിന്ന് പിടികൂടിയ 2 മൂർഖൻ അതിഥികളുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.